പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? സുഖം തന്നെയല്ലേ നിങ്ങൾക്ക്? ഈ ദിവസം എന്തൊക്കെ വെല്ലുവിളികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ പോരാട്ടങ്ങൾ നേരിടണം എന്നതിനെക്കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? അറിയില്ല. പതിവ് പോലെ ചെയ്യാറുള്ളതെല്ലാം ചെയ്യും. പഠിക്കുന്നവർ പഠിക്കും, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകും, ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷ ചെയ്യും, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ്സിന് പോകും. ഇതെല്ലാം റുട്ടീനായി നടക്കും. അവിടെ നമുക്ക് എന്ത് വെല്ലുവിളി ഉണ്ടാകും, എന്ത് പ്രശ്നമുണ്ടാവും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. റോമർ 12:11 ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ എന്ന് യഹോവ പറയുന്നു. നിങ്ങളെയും എന്നെയും നോക്കിയാണ് പറയുന്നത്. മക്കളെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നാം യഹോവയ്ക്ക് അപ്രകാരം ശുശ്രൂഷ ചെയ്യണം. ഇന്ന് യേശുവിന് വേണ്ടി എന്ത് സേവയാണ് ചെയ്യാൻ പോകുന്നത്? ആരും ഒരു വലിയ പ്രസംഗം ചെയ്യണമെന്നൊന്നുമില്ല. ഇന്ന് തന്നെ തെരുവുകളിൽ പോയി ട്രാക്ട്സ് കൊടുക്കണം എന്നൊരാവശ്യമില്ല. അത് അവധി കിട്ടുമ്പോൾ ചെയ്യാം. ജോലിയുള്ള ദിവസങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് സാക്ഷ്യമായിരിക്കാം. യേശുവിന് സാക്ഷ്യമുള്ള ജീവിതം നയിച്ച് യേശുവിനെ അറിയിക്കുന്നതും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊരാളോട് പറയുന്നതും. കൂടെ ജോലി ചെയ്യുന്ന എത്രയോ പേര് ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? താമസിക്കുന്നിടത്തുള്ളവരും കണ്ടുമുട്ടുന്നവരുമെല്ലാം സന്തോഷത്തോടെയാണെന്ന് കരുതുന്നുണ്ടോ? എത്രയോ ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും ഹൃദയത്തിൽ അവർ ചുമന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവരെ നോക്കി, യേശു നിങ്ങളുടെ ദുഃഖം മാറ്റും, നിങ്ങൾക്ക് സമാധാനം നൽകും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ഭയപ്പെടേണ്ട എന്ന് ആശ്വസിപ്പിക്കത്തക്ക ഒരു വാക്ക് പറയാലോ. അത് ദൈവത്തിന് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. മുറിവേറ്റവരുടെ മുറിവുണക്കണം, തളർന്നു പോയവരെ ബലപ്പെടുത്തണം, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ദൈവത്തെ പരിചയപ്പെടുത്തണം. അത്രയുള്ളൂ, സിമ്പിൾ. യേശുവിനെ പരിചയപ്പെടുത്തൂ, ദൈവ ശുശ്രൂഷ ചെയ്യൂ. ദൈവ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു ബലമുണ്ടാവണം. അതുകൊണ്ടാണ് ആത്മാവിൽ എരിവുള്ളവരായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ എരിവുള്ളവരായിരിക്കണം. ദൈവം തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ചർച്ചിൽ പോയി അന്യഭാഷ സംസാരിച്ചാൽ മാത്രം മതിയാവില്ല. ദിവസവും ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തണം. ഒരു തീയുണ്ടാകുമ്പോൾ തീപ്പൊരിയുണ്ടാകും. തീപ്പൊരി അത് പടർന്ന് കത്തണമെങ്കിൽ ഊതിക്കൊടുക്കണം. അപ്പോൾ എപ്പോഴും പടർന്ന് കത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആളിക്കത്തണം. അതിനാണ് പ്രാർത്ഥന. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ ഒരു ബലമുണ്ടാകും. അപ്പോൾ യേശുവിനെപ്പറ്റി ഈസിയായി അറിയിക്കാനാകും. ഇന്ന് നിങ്ങൾ ആർക്കോ അറിയിക്കാൻ പോകുന്നു. അവരാശീർവദിക്കപ്പെടും, രക്ഷിക്കപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൽ എരിവുള്ളവരായിരിപ്പിൻ. യേശുവിനെ ശുശ്രൂഷ ചെയ്യൂ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവേ, ഈ മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എരിവുള്ളവരായിരിക്കാൻ ബലപ്പെടുത്തണമേ. ക്ഷീണത്തെ മാറ്റി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഇവരെ ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ